അപ്പോൾ ഉത്തരേന്ത്യയിലെ ഈ കാശ് കൊടുത്ത് വോട്ട് വാങ്ങുന്നത് പോലുള്ള വൃത്തികെട്ട ജനാധിപത്യ വിരുദ്ധമായ രീതി കേരളത്തിലേക്കും തിരുവനന്തപുരം നഗരത്തിലേക്കും ഒക്കെ RSS കൊണ്ടുവരികയാണ്. പാർട്ടി പ്രവർത്തകർ ഓരോ പ്രദേശത്തും വീടുകൾ പോകുക എന്നുള്ളത് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അത് തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രമല്ല, പാർട്ടി പത്രം ചേർക്കാൻ വേണ്ടി മാത്രമല്ല, സംഭാവന പിരിക്കാൻ വേണ്ടി മാത്രമല്ല, ജനങ്ങളുമായിട്ട് നിത്യബന്ധം പാർട്ടിക്ക് ഉണ്ട്. ഇപ്പോൾ പാർട്ടി കൈക്കൊണ്ട തീരുമാനമെന്ന് പറയുന്നത് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇനി അസംബ്ലി തിരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പ് നടക്കുകയാണ്. ഈ സമയത്ത് എല്ലാ തലങ്ങളിലുമുള്ള പാർട്ടിയുടെ വിവിധ ചുമതലകൾ വഹിക്കുന്നവർ കഴിയുന്നിടത്തോളം വീടുകളിൽ പോയിട്ട് പ്രത്യേകം എന്താണ് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ചോ അതിൽ പാർട്ടിയുടെയും LDFന്റെയും നിലപാടുകളെക്കുറിച്ചും പറയാനുള്ളത്, പരാതികൾ എന്തെങ്കിലും ഉണ്ടോ, വിമർശനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ. അപ്പോൾ അതിൽ തുറന്നു പറയുന്ന കാര്യം, CPMനും LDFനും ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഉദ്ദേശിച്ച തരത്തിലുള്ള വിജയം ഉണ്ടായില്ല. പല സ്ഥലത്തും തിരിച്ചടികളുണ്ടായി. ഇപ്പോൾ തിരുവനന്തപുരത്ത് BJP മേയർ വരുന്നൊരു സാഹചര്യം വന്നു. അപ്പോൾ അതെല്ലാം ഗൗരവമായിട്ട് കണക്കിലെടുക്കേണ്ട കാര്യങ്ങളാണ്. ഇതെന്തുകൊണ്ട് സംഭവിച്ചു? അപ്പോൾ അതിൽ ഞങ്ങൾ കണ്ട കാര്യങ്ങൾ പലതും ഉണ്ട്. ഇപ്പം തന്നെ വ്യാപകമായ തോതിൽ പണം വിതരണം ചെയ്ത്, അപ്പോൾ വോട്ട് വിലയ്ക്ക് വാങ്ങിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ വാർഡിൽ തന്നെ ദൂരെ നിന്ന് വന്ന ഒരു BJPയുടെ പ്രതിനിധി ആണ് മത്സരിച്ചത്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വോട്ട് വാങ്ങാൻ വേണ്ടി വിതരണം ചെയ്ത തുക അതെന്താണെന്ന് ഞങ്ങൾക്ക് ഇവിടെ ഈ വീട്ടിലൊന്ന് സംസാരിച്ചപ്പോഴും മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതിൽ BJPയുടെയും RSSന്റെയും ഈ സ്ത്രീ വിരുദ്ധത കോട്ട് ആൻഡ് കോട്ട് വ്യക്തമാണ്. കാര്യം ആണുങ്ങൾക്ക് കൊടുത്തതിൻ്റെ പകുതിയെ സ്ത്രീകളുടെ വോട്ട് വാങ്ങാൻ വേണ്ടി കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ വോട്ട് കച്ചവടമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നടന്നത്. ഉത്തരേന്ത്യയിലെല്ലാം മസിൽ പവറും മണി പവറും എന്ന് നമ്മൾ സാധാരണ പറയുന്ന ഗൂണ്ട സംഘങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തി ആളുകളെ പിന്നിൽ നിർത്തുന്ന RSSന്റെയും സംഘപരിവാറിൻ്റെയും സമീപനം, അതോടൊപ്പം വലിയ തോതിൽ പണം ചെലവഴിച്ചിട്ട് തെരഞ്ഞെടുപ്പിൽ ആധിപത്യം നേടുന്ന സമീപനം. ഇപ്പോൾ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത് കണ്ടതാണ്. രണ്ട് തരത്തിലാണ് അവിടെ പണം ഉപയോഗിച്ചത്. ഒന്ന്, ഗവൺമെന്റിൽ നിന്നും ഒരു പദ്ധതിയുടെ ഭാഗം എന്നുള്ള തരത്തിൽ സ്ത്രീകൾക്ക് മുഴുവൻ 10,000 രൂപ വെച്ച് കൊടുത്തിട്ട്, ഇലക്ഷന് തൊട്ട് മുമ്പ് കൊടുത്തിട്ട്, ഇനി ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപ നിങ്ങൾക്ക് തരും, ഈ എന്റർപ്രണർഷിപ്പിനെന്നുള്ള പേരിലാണ്, സംരംഭകർ എന്നുള്ള തരത്തിലാണ്. ഇതിന് പുറമെ വോട്ടിന് കൂലിയും കൊടുക്കുന്നു. അപ്പോൾ ഉത്തരേന്ത്യയിലെ ഈ കാശ് കൊടുത്ത് വോട്ട് വാങ്ങുന്നത് പോലുള്ള വൃത്തികെട്ട ജനാധിപത്യ വിരുദ്ധമായ രീതി കേരളത്തിലേക്കും തിരുവനന്തപുരം നഗരത്തിലേക്കും ഒക്കെ RSS കൊണ്ടുവരികയാണ്. കോൺഗ്രസും UDFും മുസ്ലിം ലീഗും ഈ തരത്തിൽ തന്നെയുള്ള പ്രവർത്തനങ്ങൾ പലയിടത്തും നടത്തിയിട്ടുണ്ട്. ഇതാണ് ഞങ്ങൾക്ക് പ്രാഥമികമായിട്ട് കിട്ടിയിട്ടുള്ള ഒരു കാര്യം. ഇന്നലെ ഞാൻ കൊല്ലം ജില്ലയിൽ, കൊല്ലം പട്ടണത്തിൽ പല സ്ഥലത്തും പോയിരുന്നു. അപ്പോൾ അവിടെ ആളുകൾ വളരെ ഗൗരവമായിട്ട് ഈ ഗൃഹസന്ദർശനത്തോട് പ്രതികരിക്കുകയുണ്ടായി. ഇത്ര മികച്ച വികസന പ്രവർത്തനങ്ങളും ഇത്ര മികച്ച ജനക്ഷേമ പ്രവർത്തനങ്ങളും നടത്തിയിട്ടുള്ളൊരു ഗവൺമെൻറ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആളുകൾ, ഞങ്ങൾ പോയ സ്ഥലങ്ങളിലെല്ലാം പലതരത്തിലുള്ള ആളുകളുടെ അടുത്ത് പോയി അവിടെ എല്ലാ ആളുകൾ പറഞ്ഞത്.